ഡൽഹിയിൽ വീണ്ടും പാറ്റ പാർട്ടിയുടെ പ്രതിഷേധം ഉച്ചയ്ക്ക് 1 മണിക്ക് ജന്തർ മന്ദറിൽ എത്തണമെന്ന് CJPയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ ആഹ്വാനം ചെയ്തു. പ്രതിഷേധത്തിന് പ്ലേറ്റും സ്പൂണും കൊണ്ടുവരണമെന്നാണ് CJPയുടെ ആഹ്വാനം. പാറ്റകളുടെ ആദ്യ പ്രതിഷേധം പാളിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും പ്രതിഷേധിക്കുന്നത്. എസ് നന്ദഗോപനാണ് വിവരങ്ങളുമായി ചേരുന്നത്. നന്ദൻ, ആദ്യത്തെ പ്രതിഷേധം എന്തോ വലിയ കൊടുങ്കാറ്റടിക്കും എന്നൊക്കെയാണ് ഇവിടെ ചിലർ പറഞ്ഞത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഈ പശ്ചാത്തലത്തിലാണോ വീണ്ടും സമരവുമായി പാറ്റകൾ ജന്തർ മന്ദറിലേക്ക് എത്തുന്നത്? നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാറ്റ പാർട്ടിയുടെ നേതൃത്വത്തിൽ CJPയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ജന്തർ മന്ദറിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ കഴിഞ്ഞ പ്രതിഷേധത്തിൽ 10,000-കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുമെന്നുള്ളതായിരുന്നു CJP ആഹ്വാനം ചെയ്തത്. എന്നാൽ 500-ൽ താഴെ ആൾക്കാർ മാത്രമായിരുന്നു അന്ന് നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും പ്രതിഷേധിക്കുവാൻ വേണ്ടി പാറ്റ പാർട്ടി തീരുമാനിച്ചത്. ഇന്നിപ്പോൾ 1 മണിക്ക് ജന്തർ മന്ദറിൽ പ്ലേറ്റും സ്പൂണുമായി എത്തുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് പാറ്റ പാർട്ടി നൽകിയിരിക്കുന്നത്. അതേസമയം കൂടുതൽ ജനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധക്കാർ ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. ഇതിനോടകം തന്നെ പാറ്റ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത് ദീപക്കെ ഡൽഹിക്ക് തിരിച്ചിട്ടുണ്ട്. അതേസമയം ഈ പ്രതിഷേധത്തെ നേരിടുവാൻ വേണ്ടി വലിയ സുരക്ഷാ സന്നാഹമാണ് ഡൽഹി പോലീസും കേന്ദ്ര സായുധ സേനയും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. ജന്തർ മന്ദറിൽ ഇതിനോടകം തന്നെ ബാരിക്കേഡുകൾ തീർത്തു. അതേപോലെ തന്നെ വാഹനങ്ങൾക്ക് കൃത്യമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ പ്രതിഷേധത്തെ എല്ലാ രീതിയിലും നേരിടുവാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതിഷേധം അതിരുകടക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ കടക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഡൽഹി പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും 1 മണിക്കാണ് ഇത്തരത്തിൽ പ്രതിഷേധത്തിന് CJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഗൗതം. ഓക്കെ നന്ദൻ, എന്തായാലും പാറ്റ പാർട്ടിയുടെ ആദ്യത്തെ പ്രതിഷേധം പൊട്ടിപ്പാളിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും CJP പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സ്പൂണും പ്ലേറ്റും ഒക്കെ ആയിട്ട് ജന്തർ മന്ദറിലേക്ക് വരാനാണ് ആഹ്വാനം. എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.